പ്രൈസ് ലോർഡ്. എല്ലാ ദൈവകർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് ഗലാത്യർ എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുന്നു. ഗലാത്യർ 2:20 ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല. സ്തോത്രം. ഈ ഞാൻ എന്നൊരു വ്യക്തി, ഞാൻ എന്നൊരു ബോധം, നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തിബോധമുണ്ട് അല്ലെ? എല്ലാവർക്കും വ്യക്തിബോധമുണ്ട്. എന്നാൽ ആ വ്യക്തിബോധം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്നൊരു ബോധം, ഞാൻ എന്നൊരു ചിന്ത നമ്മളെല്ലാവരിലും കിടപ്പുണ്ട്. പക്ഷെ ഈ ഞാൻ എന്നുള്ള ചിന്ത നമ്മളിൽ ഉള്ളത് കൊണ്ട് എപ്പോഴും നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കണമെന്ന് അർത്ഥമില്ല, നമുക്കായി മാത്രം ജീവിക്കണമെന്ന് അർത്ഥമില്ല. അങ്ങനെ ജീവിച്ചാൽ, ഞാൻ എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിച്ചാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും സക്സസ് ആകത്തില്ല. ഭയങ്കര മിസറബിൾ ആയിട്ട് ലൈഫ് പോകാൻ പോകും. ദൈവം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നതിൽ ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലൈഫ് സക്സസ് ആകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പം സ്വയം നമ്മളെ തന്നെ നിഷേധിച്ചുകൊണ്ട്, ത്യജിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനാണ് ദൈവം പറയുന്നത്. ഇന്നത്തെ ഈ ലോകത്തിൽ പലരും സ്വന്തം ചിന്തകളിലും പല ഭയങ്ങളിലും മുഴുകി ദൈവത്തെയും മറ്റുള്ളവരെയും മറന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ ശരീര ആരോഗ്യത്തെക്കുറിച്ച് വല്ലാതെ അതിരുകടന്ന രീതിയിലുള്ള ഭയം ഉണ്ടായിട്ട് അവരുടെ ശരീരം ആരോഗ്യമുള്ളതാണെങ്കിൽ പോലും ആരോഗ്യമില്ല, അല്ലെങ്കിൽ എനിക്കെന്തോ വലിയ രോഗമുണ്ട് എന്നുള്ള ചിന്തകളിലൊക്കെ യഥാർത്ഥത്തിലുള്ള ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു തലമുറ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തിയുള്ളതാണ്. ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിച്ചുകൊണ്ട് തന്റെ ക്രൂശെടുത്തിട്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവിന് പറയും. അപ്പം മത്തായിയുടെ സുവിശേഷം 16:24 അത് പറയുന്നത്. അപ്പൊ ഇവിടെ ഡെനി യുവർസെൽഫ്, നിങ്ങളെ തന്നെ ത്യജിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ വില കുറഞ്ഞവനാണോ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണോ എന്നല്ല അർത്ഥം. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തോത്രം. നമ്മൾ ചിന്തിക്കണം, ദൈവം എന്നെ സ്നേഹിക്കണം, ഞാൻ വിലയേറിയ ആളാണ്, ഞാൻ വിലയേറിയ മുത്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മറുപുറം എന്റെ ഇഷ്ടം മാത്രം നടക്കണം, ആ ഒരു ചിന്ത നമ്മൾ വിട്ടുകളയണം. ആ നമ്മളിലുള്ള ചില അഹങ്കാരങ്ങൾ, എനിക്ക് എന്ന ആ ഒരു ടൈറ്റിൽ മാറിയിട്ട് എനിക്കെന്നുള്ളോടത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ മുൻഗണന ചെയ്യണം. സ്തോത്രം. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നാം മുൻതൂക്കം കൊടുക്കുമ്പോഴേ നമ്മുടെ ലൈഫ് സമാധാനമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഈ ഞാൻ എന്ന ചിന്ത വരുമ്പോൾ സ്തോത്രം നമുക്ക് പ്രതികരിക്കാൻ തോന്നും, ഇപ്പോൾ പ്രതികാരം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് വരും, കോപം വരും. ഞാൻ എല്ലാവരുടെ ഒരു സർക്കിൾ എടുക്കുമ്പോൾ നമ്മൾ അവരിൽ എന്തോ അവരെക്കാൾ ഉപരി എൻ്റെ ആശയങ്ങൾ മാത്രമേ ശരിയുള്ളൂ, എൻ്റെ ഇഷ്ടമാണ് ഏറ്റവും കറക്റ്റ് എന്നുള്ള ചിന്ത നമ്മളിൽ വരും. ഈ സ്വാർത്ഥമായിട്ടുള്ള ചിന്ത, അതായത് അത് നമ്മളുടെ മനസ്സിൽ അധികമായിട്ട് വരുമ്പോൾ നമ്മളറിയാതെ മറുപുറം നമ്മളിൽ ആ ജഡത്തിന്റെ പല ചിന്തകളും, അസൂയയും, താരതമ്യം ചെയ്യാനുള്ള ടെൻഡൻസിയും, ഭയവും, ഒരുതരം അശാന്തിയും ഒക്കെ നമ്മളിൽ കയറി വരാനിടയായി തരും. എന്നാൽ മനസ്സ് ദൈവത്തില് പൂർണ്ണമായും ഇട്ടുകൊടുക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിലുള്ള പൂർണ്ണ സമാധാനത്തെ ലഭിക്കത്തുള്ളൂ. യെശയ്യാപ്രവചനം 26:3 പറയുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ ആ പൂർണ്ണ സമാധാനത്താൽ ദൈവം നമ്മളെ കാക്കാനിടയായി തീരും. ഇത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞ കർത്താവ് തന്നെയാണ്. സ്തോത്രം. ഗെത്സമനിൽ കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 22:42 പറയുന്നത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള സെൽഫ് ഡെനിയൽ എന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടത്തെക്കാൾ പിതാവിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ട്
എന്നെ പിൻഗമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥമാക്കുന്നത്? സ്തോത്രം. പഴയ കാലത്ത് ഇന്ന് ക്രൂശ് ഒരു അലങ്കാര ചിഹ്നമായിട്ട് നമുക്കത് കഴുത്തിലൊക്കെ പലരുമിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ കാലത്ത് ക്രൂശ് എന്ന് പറയുന്നത് അതൊരു വേദനയുടെ ചിഹ്നമായിരുന്നു, ഒരു നാണക്കേടിന്റെ ചിഹ്നമായിരുന്നു, മരണം ഏറ്റെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്നൊരു ചിന്തമായിരുന്നു. ഒരു മനുഷ്യൻ ക്രൂശ് ചുമന്നിട്ടുണ്ടെങ്കിൽ അവൻ തന്റെ പഴയ ജീവിതം അതോടെ തീർന്ന് മരണത്തിലൂടെ നടക്കുന്നു എന്നർത്ഥം. സ്തോത്രം. അതുകൊണ്ട് യേശു ക്രൂശ് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നത് നിന്റെ പഴയ സ്വഭാവം മരിക്കട്ടെ, അഹങ്കാരവും സ്വാർത്ഥതയും ആ സിൻഫുൾ ആയിട്ടുള്ള നേച്ചർ, സ്തോത്രം, എന്റെ ഇഷ്ടം മാത്രം എന്നുള്ള ആ ഒരു മനോഭാവം മാറിയിട്ട്, സ്തോത്രം, നമ്മൾ വായിച്ചതുപോലെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്യപ്പെട്ടു? ക്രൂശിക്കപ്പെട്ടു. അതായത് ഇനി പഴയ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. സ്തോത്രം. ആ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, അതായത് ക്രൂശ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, ഏകാന്തത അനുഭവിക്കുമ്പോൾ, ചില ത്യാഗങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. കർത്താവിന്റെ നാമത്തെ പ്രതി അല്ലെ, പലപ്പോഴും പല ത്യാഗങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം കർത്താവിന്റെ വിശ്വസ്ത ദാസനായി അല്ലെങ്കിൽ ദാസിയായി നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ വേദനകളൊക്കെ നമ്മൾ സഹിക്കും. അതൊരു തരത്തിലൊരു ക്രൂശാണ്, ഒരു ക്രോസാണ്. സ്തോത്രം. എല്ലാവരും കള്ളം പറയുമ്പോൾ നമ്മൾ മാത്രം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ നമുക്ക് ചുറ്റുമുള്ളവർ പാപത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൽ ചേരാതിരിക്കുക, നമ്മളെ ഒഫൻഡ് ചെയ്യുന്നവരോട് മനഃപൂർവ്വമായിട്ട് നമ്മൾ ക്ഷമിക്കുക. ഇതൊക്കെ ഒരു തരത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സഹിക്കുന്ന, നമ്മൾ ത്യാഗം ചെയ്യുന്ന ഒരു തരം ക്രൂശുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ദിവസവും കർത്താവിന് വേണ്ടി ആ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുക. സ്തോത്രം. നമ്മുടെ ചിന്തകളെ ദൈവത്തിന്റെ ചിന്തകളായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ ഇഷ്ടത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ഇഷ്ടം നടക്കേണ്ടതിന് വേണ്ടി ഡെയിലി ഈ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കർത്താവാണ്. സ്തോത്രം. നമുക്ക് വേണ്ടി ക്രൂശ് സഹിച്ചു. പക്ഷെ നാം ചെയ്യേണ്ടത് ആ കർത്താവിനെ പിന്തുടർന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. നമ്മളെ ഒഫൻഡ് ചെയ്യാൻ വരുമ്പോൾ അവരോട്, ആ ഒഫൻഡ് ചെയ്യുന്ന വ്യക്തിയുടെ ടൂളാണ് ആ ഒഫൻസ് എന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ അത് പ്രയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവരോട് എന്താ പറയാ, ക്ഷമിക്കാൻ സാധിക്കണം. ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞതുപോലെ തനിക്കെതിരെ കുറ്റാരോപണങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ തന്റെ പ്രതികരണം എന്ന് പറയുന്നത് പലപ്പോഴും നോ റെസ്പോൺസ് എന്ന ഒരു രീതിയാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ചിലതിന് നമ്മുടെ ആൻസർ ഷുഡ് ബി ലൈക്ക് നോ റെസ്പോൺസ് ആയിരിക്കണം. അതും ഒരു റെസ്പോൺസാണ്. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഇങ്ങനെയാ, ഒരു തോണി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് വരുക. സ്തോത്രം. അപ്പൊ എനിക്കെതിരെ ഒഫൻസ് വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ആ തോണിയിൽ ആളില്ല എന്ന് ചിന്തിക്കും. ഒരു കാലിത്തോണിയാന്ന് ഞാൻ അത് ചിന്തിക്കും. കാരണം കാലിത്തോണിയുടെ ആരും വഴക്കൂടാൻ പോകത്തില്ല. അതിനകത്തൊരു ആളുണ്ടെങ്കിലല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്യത്തുള്ളൂ, നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് നേരെ വരുന്ന ഒഫൻസുകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് അവിടെ സമാധാനം സൃഷ്ടിക്കപ്പെടുകയാണ്, അവിടെ സന്തോഷം സൃഷ്ടിക്കപ്പെടുകയാണ്, ഇഷ്യൂസ് മാറിപ്പോവുകയാണ്. അവിടെ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ഫൊഗീവ് ചെയ്യുവാൻ, മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് ഈ പകൽക്കാലം സ്തോത്രം നാം ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു അത്രേ, നമ്മൾ വാതുറന്ന് പറയാം, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കീഴടക്കാൻ പറ്റുന്ന സകല ഭയങ്ങളും നീങ്ങിപ്പോകട്ടെ, ഞാനെന്ന ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത് ഈ ജഡത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്റെ തലമേൽ ഓടുന്ന ചിന്ത, സ്തോത്രം, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്, ആ ഒരു വിശ്വാസം എന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ആ ഒരു വിശ്വാസത്തെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് deny yourself and take up the cross. എന്റെ ഇഷ്ടമല്ല, യേശുവിന് വേണ്ടി പഴയ സ്വഭാവത്തെ മരിപ്പിച്ച് വില കൊടുത്ത് കർത്താവിനെ പിന്തുടരുവാൻ, കർത്താവിനെ പിൻഗമിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you all.